നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ RRB NTPCയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. RRB NTPCയുടെ എക്സാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇനിയുള്ള സമയത്ത് പഠിക്കേണ്ടത്, ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് RRB NTPC പരീക്ഷയ്ക്ക് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും ഗ്രാജുവേറ്റ് ആയാലും നമ്മൾ എക്സാമുകൾക്കൊക്കെ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം ആളുകൾ പഠനം തുടങ്ങി, പക്ഷേ കുറേ അധികം ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, പഠനം തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, എന്നാണ് എക്സാം പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ എക്സാം ഇനി ഉള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, ഇനി എത്ര ദിവസമാണ് നമുക്ക് മുന്നിലുണ്ടാവുക, എക്സാമിനേഷൻ ഡേറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് സമയാസമയങ്ങളിൽ എത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഈ RRBയുടെ ആയിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, PSCയുടെ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം എക്സാം എന്നാണ് പ്രതീക്ഷിക്കുക. നമുക്ക് എന്നത്തേക്ക് എക്സാം പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. ഇത് ഈ അടുത്ത് വന്ന RRB ALP അല്ലെ, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, അതേപോലെ തന്നെ RPF SI ടെക്നീഷ്യൻ, ജൂനിയർ എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റുകളുടെ എക്സാമിനേഷൻ ഡേറ്റ് ആണ്. അതായത് ഒരു സുപ്രഭാതത്തിൽ അവരിങ്ങനെ വന്നിട്ട് ഒരു ഡേറ്റ് കിട്ടും. അതായത് ഈ മാസം, അതായത് നമ്മുടെ നവംബർ മാസം 25-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ ALP അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ എക്സാം നടക്കുകയാണ്. അതേപോലെ തന്നെ 2-12 തൊട്ടുള്ള ദിവസങ്ങളിലൊക്കെ RPF SIയുടെ എക്സാമിനേഷൻ ഡേറ്റ് ഉണ്ട്. ദെൻ ടെക്നീഷ്യൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയറുടെ ഡേറ്റ് 12-ാം മാസം, അതായത് നമ്മുടെ ഡിസംബർ മാസം, അതേപോലെ തന്നെ ഡിസംബർ മാസത്തിൻ്റെ ഒരു പകുതിയോട് കൂടിയിട്ടാണ് ആ എക്സാമുകളൊക്കെ നടക്കുക. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതായത് 1, 2, 3, 4 പോസ്റ്റുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, ഡേറ്റുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയും അതായത് ഇവിടുന്ന് ഇനി നമ്മൾ അറിയേണ്ടത് നമ്മുടെ 05/2024, 06/2024, അതായത് RRB NTPC ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും എക്സാം എന്നാണ് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക. നമുക്ക് ഏകദേശം അവരുടെ RRBയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, നിലവിലുള്ള വിവരങ്ങളൊക്കെ വെച്ച് അവരുടെ മറ്റ് കാൽക്കുലേഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക മക്കളെ, ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാം ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയിട്ടാണ് ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എപ്പോഴാണ് ഉണ്ടാവാൻ സാധ്യത? ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് നടക്കാനായിട്ട് സാധ്യത കൂടുതൽ. ദെൻ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ആണെങ്കിലോ മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് നടക്കാനായിട്ട് സാധ്യത. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് RRBയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ടാണ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എപ്പോൾ നടക്കും, ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കും. അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാമിനേഷൻ മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഏകദേശം എപ്പോഴാണ് നടക്കാൻ സാധ്യത എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ച് സമയം നമ്മുടെ മുൻപിലുണ്ട് അല്ലേ. ഏപ്രിൽ മെയ് വരെയുള്ള സമയങ്ങൾ, അല്ലെ മെയ് ജൂൺ വരെയുള്ള സമയങ്ങൾ എന്തുണ്ട്, നമ്മുടെ മുൻപിലുണ്ട് എന്ന് പറഞ്ഞാൽ മക്കളെ, ഈ ഒരു സെഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വൈകിട്ടില്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും നമ്മുടെ മുൻപിൽ സമയം കിടക്കുകയാണ്. ആ സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, RRB എക്സാമിനേഷൻ കൃത്യമായിട്ട് അടിച്ചെടുക്കുക. നമുക്കറിയാം ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ ലെവൽ 6, ലെവൽ 5 പോസ്റ്റുകളാണ്. ആകർഷണീയമായ സാലറിയും അതേപോലെ തന്നെ മറ്റ് നിരവധിയായ ബെനിഫിറ്റുകളും അടങ്ങുന്ന ഒരു പോസ്റ്റാണ് RRB NTPC ലെവലുള്ള ലെവൽ 6, ലെവൽ 5 പോസ്റ്റുകൾ. ഇനിയും അതേപോലെ തന്നെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കുറേ പോസ്റ്റുകൾ അടങ്ങുന്ന പോസ്റ്റുകളാണ്. ഏകദേശം 12,000-നടുത്ത് അല്ലേ, 12,000-നടുത്ത് വേക്കൻസിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന 12,000-നടുത്തുള്ള വേക്കൻസി എന്ത് ചെയ്യും, കൂടും അല്ലേ. നമുക്കറിയാം ടെക്നീഷ്യൻ്റെ കാര്യം എടുത്താലും ALPയുടെ കാര്യം എടുത്താലും ഒക്കെ RRB എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കുറേ നാളുകൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, RRB NTPCക്കും ഒരു വേക്കൻസി ഇൻക്രീസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഈ പറയുന്ന 12,000 ഒന്നും ആയിരിക്കത്തില്ല മുന്നോട്ട് വരുമ്പം അല്ലേ. അപ്പോൾ വേക്കൻസി ഇതാണ് എന്ന് വിചാരിക്കരുത്. ഇനി മുന്നോട്ട് വരുമ്പോൾ എന്ത് ചെയ്തേക്കാം, വേക്കൻസി കൂടിയേക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഏകദേശം എക്സാമിനേഷൻ എപ്പോഴാണ് നടക്കാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്കായി. ഇനി നോക്കിക്കടാ, ഇനി നമ്മുടെ മുൻപിൽ പഠിക്കാനായിട്ട് എത്ര ദിവസമാണ് മുന്നിലുള്ളത് ഒന്ന് അനലൈസ് ചെയ്താൽ നവംബർ ആണല്ലേ. ഇത് നവംബർ മാസം 20-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 19, നാളെ 20-ാം തീയതിയാണ്. അപ്പോൾ നാളെ തൊട്ടുള്ള ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ഒരു മാസം നവംബർ മാസത്തിൽ 10 ദിവസം നമ്മുടെ മുൻപിലുണ്ട്.
അല്ലേ? നവംബർ മാസത്തിൽ 30-ാം തീയതി വരെ 10 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. ഡിസംബർ 31 ദിവസങ്ങളുണ്ട്. ജാനുവരി 31 ദിവസങ്ങളുണ്ട്. ഫെബ്രുവരി 28 ദിവസങ്ങളാണുള്ളത് അല്ലേ? 2025 ഫെബ്രുവരി 28 ദിവസങ്ങളുണ്ട്. ദെൻ മാർച്ച് വരെ എടുത്താൽ മാർച്ച് 31 ദിവസങ്ങളുണ്ട്. ആകെ 131 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. കിട്ടിയോ? അതായത് ഈ പറയുന്ന നാളെ മുതൽ നമ്മുടെ മുൻപിലുള്ള ദിവസങ്ങൾ എത്രയാണ്? 131 ദിവസങ്ങളാണ്. അപ്പൊ ഈ 131 ദിവസങ്ങൾ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ഞാൻ പറഞ്ഞ ഡേറ്റ് എത്തിയില്ല, ഇതിപ്പോ മാർച്ച് ആയതേ ഉള്ളൂ. ഇനി ഏപ്രിൽ ഉണ്ട്, അതേപോലെ തന്നെ മെയ് ഉണ്ട്. അതിൽ മെയ് പോട്ടെ, ഏപ്രിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള സമയം കൂടി നമ്മുടെ മുൻപിലുണ്ട്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിൽ കൃത്യമായിട്ട് സിലബസ് ഒക്കെ പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞ് എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് റിവൈസ് ചെയ്യാനും നമ്മുടെ മുൻപിൽ എന്തുണ്ട്? സമയമുണ്ട്. മാർച്ച് മാസം നമുക്ക് കൃത്യമായിട്ട് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ഏപ്രിൽ ഒരു പകുതിയോടുകൂടി എക്സാം വന്നു കഴിഞ്ഞാൽ ആ സമയവും നമുക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിലും കൂടുതൽ സമയം നമുക്ക് പഠിക്കാൻ കിട്ടുക. ഇത് ഗ്രാജുവേറ്റിൻ്റെ കാര്യം അല്ലേ? ഗ്രാജുവേറ്റിൻ്റെ കാര്യം. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് എടുത്താലോ? അണ്ടർ ഗ്രാജുവേറ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാമിനേഷൻ പറഞ്ഞത് മെയ് ജൂൺ മാസങ്ങളിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ, അതായത് 131 എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും മക്കളെ? ഒരു 30 ദിവസം കൂടെ അല്ലേ? ഒരു 30 ദിവസം കൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് 161 ദിവസമുണ്ട് നമ്മുടെ മുൻപിൽ പഠിക്കാനായിട്ട്. അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെ, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് 161 ദിവസമുണ്ട്. 2 എക്സാമുകൾക്കും പഠിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവലിലെ എക്സാമിനേഷൻ കഴിഞ്ഞ് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വീണ്ടും ഒരു മാസം കൂടി പഠിക്കാനായിട്ട് ലഭിക്കുകയാണ്. ഓക്കെ, ഇതാണ് RRBയുടെ നിലവിലുള്ള നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുക. പക്ഷേ RRB ആണ് പെട്ടെന്ന് എന്ത് ചെയ്തേക്കാം, കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. നമ്മൾ നിലവിലുള്ള ഡേറ്റയെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമാണ് പറയുന്നത്. അപ്പോൾ ഈ 161 ദിവസം എവിടെയുണ്ട്? അണ്ടർ ഗ്രാജുവേറ്റിന് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സമയമുണ്ട്. അപ്പോൾ നമ്മുടെ മുൻപിൽ സമയമില്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുണ്ട്. സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് കഴിയില്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള സമയമുണ്ട്. അത് മാത്രവുമല്ല, പഠിച്ചു റിവൈസ് ചെയ്ത് സെറ്റായി പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി നിരവധിയായ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാത്സിലും റീസണിങ്ങിലും ഒക്കെ പക്കയായിട്ട് പോകാനായിട്ടുള്ള സമയം എന്തുണ്ട്? നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ദിവസങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലേ? 131 ദിവസം നമ്മുടെ മുൻപിൽ ഉണ്ട്. ഇനി ഈ ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കാൻ പറ്റും മക്കൾ? നമ്മുടെ സിലബസ് ഒന്ന് നോക്കിയാൽ, ഇത് RRB NTPCയുടെ സിലബസ് ആണ്. RRB NTPCയുടെ സിലബസ് ഒന്ന് നോക്കിയാൽ സ്റ്റേജ് 1 എക്സാം CBT 1ൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ ഗ്രാജുവേറ്റ് ലെവലിലും മെയ് ജൂൺ മാസങ്ങളിൽ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് നടക്കുന്ന CBT 1 എക്സാമിനേഷനാണ്. ഓക്കെ, അപ്പോൾ CBT 1 എക്സാമിനേഷന് 90 മിനിറ്റാണ് അനുവദനീയ സമയം. നമുക്കറിയാം. നോക്കിയാൽ 100 ചോദ്യങ്ങൾ 100 മാർക്കാണ് വരിക. നോക്കിയേ, മാത്സിന് 30 മാർക്ക്, 30 ചോദ്യങ്ങൾ 30 മാർക്ക്. ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്ങിന് 30 ചോദ്യങ്ങൾ 30 മാർക്ക്. ദെൻ GK ആണെങ്കിലോ 40 ചോദ്യങ്ങൾ 40 മാർക്ക്. എന്ന് പറഞ്ഞാൽ 60 മാർക്കിൻ്റെ റീജിയൻ മാത്സും റീസണിങ്ങും അല്ലേ? 60 മാർക്കിൻ്റെ കോർ റീജിയൻ എന്ന് പറയുന്നത് ഏതാ? മാത്സും റീസണിങ്ങുമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാത്സിനും റീസണിങ്ങിനും കൃത്യമായിട്ട് ഒരു ദിവസം ഒരു 6 മണിക്കൂറാണ് കിട്ടുന്നതെങ്കിൽ ആ 6 മണിക്കൂറിൻ്റെ ഭൂരിഭാഗം സമയം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂറിൻ്റെ ഒരു പകുതി സമയം, ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മാത്സിനും റീസണിങ്ങിനും വേണ്ടി നോക്കണം. ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി, കൂടുതൽ ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. RRB മാത്രമല്ല, RRBയുടെ മറ്റ് എക്സാമുകൾ ALP, ഇപ്പോൾ ALP ഒക്കെ വരികയാണ്, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. RRB ALPയുടേത്, ജൂനിയർ എഞ്ചിനീയറിൻ്റേത്, അതേപോലെ തന്നെ നമ്മുടെ RPF SI പോലെയുള്ള പരീക്ഷകളുടേതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സമയമുണ്ട്. അവരുടെ പാറ്റേണൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നിലവിലത്തെ SSC ഉണ്ടല്ലോ, SSCയുടെ പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ SSCയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആ SSCയുടെ പാറ്റേണും RRB ഫോളോ ചെയ്യും. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കാം. അതൊക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യാം. ദെൻ ബാക്കിയുള്ള ഒരു 3 മണിക്കൂറിനടുത്തുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GKക്ക് വേണ്ടിയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് വിനിയോഗിക്കാം. അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നമുക്ക് നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വിനിയോഗിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനായിട്ടുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ ഒരു ദിവസത്തിൽ കൊടുക്കുന്നത് എന്താണ്? മാത്സ്, റീസണിങ്. ദെൻ GK 40 മാർക്കാണ്, കോർ റീജിയൻ ആണ്. അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന GK ആണല്ലേ? കൂടുതൽ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും. അങ്ങനെ കളയുന്നവർക്ക് എന്ത് ചെയ്യും? നഷ്ടമുണ്ടാകും. കൃത്യമായിട്ട് ആ ടോപ്പിക്കുകളെല്ലാം കൂടി അനലൈസ് ചെയ്ത് പഠിച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ നോക്കി സെറ്റായി. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെയൊന്നും അത്ര കണ്ടങ്ങ് വിശ്വസിക്കാനില്ല. കാരണം കുറേ നാളുകൾക്ക് ശേഷം, 5 വർഷങ്ങൾക്ക് ശേഷമാണ് പരീക്ഷ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? ആ പാറ്റേണൊക്കെ മാറി വന്നേക്കാം. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഒരു ധാരണയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? പാറ്റേൺ മാറുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, മാറുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. എങ്കിലും കുറേ ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അഡ്വാൻസ് ലെവലിലും കൂടി ചിന്തിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ?
ഇത് CBT 1. ഇനി CBT 2 വന്നാലോ മക്കൾ, ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ RRBയുടെ കേസിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? CBT 1 ആയിക്കോട്ടെ CBT 2 ആയിക്കോട്ടെ, CBT 1 ആയിക്കോട്ടെ CBT 2 ആയിക്കോട്ടെ, രണ്ടിനും ഒരൊറ്റ സിലബസ് പഠിച്ചാൽ മതി. സിലബസ് എന്താ? രണ്ടിനും സെയിമാണ് അല്ലേ? സിലബസ് രണ്ടിനും സെയിം ആണ്. പക്ഷേ ചോദ്യങ്ങളുടെ എണ്ണം മാറി. 90 മിനിറ്റ് എന്നുള്ളത് കൂടിയില്ല. 90 മിനിറ്റ് അതുപോലെ തന്നെ നിന്നു. ദെൻ ചോദ്യങ്ങളുടെ എണ്ണം പക്ഷേ കൂടി. 90 മിനിറ്റ് മാറിയില്ല. സമയം കുറവാണ് അല്ലേ? സമയം 90 മിനിറ്റേ ഉള്ളൂ, 1.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ചോദ്യങ്ങൾ 120 ചോദ്യങ്ങൾ ചെയ്യണം, 50 ചോദ്യങ്ങൾ GK ചെയ്യണം, 70 ചോദ്യങ്ങൾ മാത്സും റീസണിങ്ങും ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി സ്പീഡ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് ലെവലിൽ അല്ലേ, അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചെയ്തു പോകണം. വളരെ വേഗത്തിൽ കാൽക്കുലേഷൻ ചെയ്യാൻ, മാത്സ് റീസണിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വേഗത്തിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ എന്താണ്? സ്റ്റേജ് 2 നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ രണ്ടിനും കൂടി ഒരു കമ്പൈൻഡ് സ്റ്റഡി അല്ലേ, ഒരു കമ്പൈൻഡ് സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത് അല്ലേ? രണ്ടിനും കൂടി ഒരൊറ്റ കമ്പൈൻഡ് സ്റ്റഡിയാണ് വേണ്ടത്. അങ്ങനെ ഒരു കമ്പൈൻഡ് സ്റ്റഡിയിലൂടെ RRB NTPC നമുക്ക് വശത്താക്കാനായിട്ട് സാധിക്കും. RRB NTPC നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സ്വപ്നം കാണുന്ന ലെവൽ 6, ലെവൽ 5 പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മക്കളെ? എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി, ദിവസത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് മനസ്സിലായി. ഈ ഒരു സിലബസ്, ഇതുമായി ബന്ധപ്പെട്ടൊരു സിലബസ് നമുക്ക് ടെലിഗ്രാം ചാനൽ, നമ്മുടെ സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നമുക്ക് എന്താണ് ലഭ്യമാണ്. അപ്പോൾ ആ ഒരു സിലബസ് അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിൻഡ് മെസ്സേജസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? പിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് RRB NTPCയുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിക്കോട്ടെ, ഇനി മറ്റ് എക്സാമുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിക്കോട്ടെ, PSCയുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ കിട്ടും. ഡെയിലി കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അവിടെ കറണ്ട് അഫെയർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലടാ? അപ്പോൾ ഇതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇട്ടിരിക്കുന്ന നമ്മുടെ സിലബസ് ഒന്ന് നോക്കിയേ. സ്റ്റാറ്റിക് GK ഉണ്ട്, GK ഭാഗത്തു നിന്നാണ്. സ്റ്റാറ്റിക് GK ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കറണ്ട് അഫെയർ, കമ്പ്യൂട്ടർ നോളജ്, പൊളിറ്റി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യാനുണ്ട് മക്കളെ? നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു വെയിറ്റേജ് 40 മാർക്ക് CBT 1, 50 മാർക്ക് എന്താ CBT 2-നുമാണ്. അപ്പോൾ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ CBT 2 കൂടി ലക്ഷ്യം വെച്ച് വേണം പഠിക്കാൻ. അഡ്വാൻസ് ലെവലിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരണം. ഓക്കെ അല്ലേ? അപ്പോൾ പ്രാക്ടീസ് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷന്, ടൈം ആൻഡ് വർക്ക്, അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെൻ്ററി ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, ദെൻ എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ജനറൽ ഇൻ്റലിജൻസിലേക്ക് വന്നാലോ മറ്റേ അനലോഗി പഠിക്കാനുണ്ട്. ദെൻ നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ് സീരീസ് പഠിക്കാനുണ്ട്. കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, ദെൻ റിലേഷൻഷിപ്പ്, അനലറ്റിക്കൽ റീസണിങ്, സിലോജിസം, ജംബ്ലിങ്, വെൻ ഡയഗ്രാം, പസിൽസ്, ഡേറ്റ സഫിഷ്യൻസി, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, മാപ്സ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ് തുടങ്ങിയതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഞാൻ പറഞ്ഞ ഈ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുക. ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിൻഡ് മെസ്സേജസിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി RRB നേരിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ആ സിലബസ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ, നിങ്ങൾക്കിനിയും 131 അല്ലെങ്കിൽ 161 ദിവസം നിങ്ങളുടെ മുൻപിലുണ്ട്. ഈ ദിവസത്തെ കൃത്യമായിട്ട് ക്രമീകരിച്ച് പഠിക്കാൻ സൂപ്പർ നോട്ട്സ് നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ബാച്ച് മക്കളെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ഈ പറയുന്ന നാളെ കേട്ടോ, നാളെ അതായത് നവംബർ മാസം 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് RRB NTPCയുടെ ബാച്ച് 3 കേട്ടോ. RRB NTPCയുടെ ബാച്ച് 3 എന്ത് ചെയ്യുകയാണ്? നവംബർ മാസം 20-ാം തീയതി ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ബാച്ച് 3 എന്ന് പറഞ്ഞാൽ അവിടെ കമ്പൈൻഡ് CBT 1, CBT 2, CBT 1-നെയും CBT 2-നെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഇതാണ് ക്ലാസ്സാണ് നമ്മൾ തരുന്നത്. രണ്ടിനും ഉപയുക്തമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അവസാനം വരെയും നിങ്ങളുടെ കൂടെ കാണും. ദെൻ 200 മണിക്കൂറിലധികമുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഡെയിലി ടെക്സ്റ്റ് പ്രാക്ടീസുകൾ, നമ്മളിടുന്ന ഓരോ ക്ലാസ്സിനെ പറ്റിയിട്ടുമുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം, പഠിച്ചതിന് ശേഷം ചെയ്യാനായിട്ട് ഡെയിലി ടെസ്റ്റ് പ്രാക്ടീസുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഓരോ വീക്കെൻഡിലും ഓരോ വീക്കെൻഡിലും നിങ്ങൾക്ക് ഇവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ടത്, അങ്ങനെ ലൈവ് ഡിസ്കഷൻ നിങ്ങൾക്ക് ലഭിക്കും. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിക്കും. നമുക്കറിയാം വീക്ക്ലി മോക്ക് ടെസ്റ്റ് നമുക്കുണ്ട്. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? വീക്ക്ലി മോക്ക് ടെസ്റ്റ്. അതുവരെ പഠിപ്പിച്ച എല്ലാ ടോപ്പിക്കുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. PYQs ഉണ്ട്. ദെൻ PDF സ്റ്റഡി മെറ്റീരിയൽസ്, വളരെ പ്രധാനപ്പെട്ട PDF സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഭാഗത്തിന് നിങ്ങൾക്ക് തരും. ഡൗൺലോഡ് ചെയ്ത് PDF പ്രിൻറ്റ് ചെയ്ത് വെച്ച് പഠിക്കാം.
ദെൻ മെൻറ്ററിങ് സപ്പോർട്ട്, അമൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മെൻറ്ററിങ് ടീം നിങ്ങളെ എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യും, കൃത്യമായിട്ട് വിളിക്കും. എല്ലാ ആഴ്ചയിലും നിങ്ങളെ വിളിക്കാനായിട്ട് ഇവിടെ മെൻറ്ററിങ് സപ്പോർട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും താഴെ പോകാതെ കൃത്യമായിട്ട് കയറി നിൽക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും. മോട്ടിവേഷണൽ സെഷൻസ് അമൽ സാർ നടത്തുന്നുണ്ട്. ദെൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, നിങ്ങളുടെ എല്ലാ പരാതികളൊന്നും വരാതെ സീറോ പരാതികളായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പരാതികളൊന്നും ഇതുവരെയും അത്ര കാര്യമായിട്ടുള്ളത് വന്നിട്ടുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അത് അറിയിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേണുകളുണ്ട്, സജഷൻസ് ഉണ്ട്, അത് അറിയിക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള കസ്റ്റമർ കെയർ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നാളെ ആരംഭിക്കുന്ന ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള സമയമാണിപ്പോഴേ. കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തേക്കാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മക്കളെ. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ പോയി, അതായത് ഓപ്പർച്യൂണിറ്റി നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ മക്കളെ നമുക്ക് പറ്റത്തില്ല. നോക്കിക്കടാ, ആൻ ഓപ്പർച്യൂണിറ്റി ഈസ് ലൈക്ക് എ ബിസ്ക്കറ്റ് ഡിപ്ഡ് ഇൻ എ ടീ. നമ്മൾ ചായക്കകത്തിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കിയിട്ട് പൊക്കുമ്പോൾ ആ ബിസ്ക്കറ്റ് പെട്ടെന്ന് എന്ത് ചെയ്യും, അലിഞ്ഞ് ആ ചായയിലേക്ക് വീണു പോകും അല്ലേ. എ ലിറ്റിൽ ഡിലേ ആൻഡ് ഇറ്റ്സ് ഗോൺ അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മുൻപിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, ഒരു ചെറിയ ഡിലേ മതി. നമ്മൾ എടുത്ത് വായിലോട്ട് വെച്ച ആ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ, മറ്റേ ബിസ്ക്കറ്റ് എന്ന് പറയുന്നു, ചായയിൽ മുക്കി അത് വായിലോട്ട് വെച്ച് നമ്മൾ ഭക്ഷിക്കുമ്പോഴേ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉപയോഗപ്പെടുത്തുള്ളൂ. എന്നാൽ അതിനൊരു ചെറിയ ഡിലേ വന്നാൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഡിലേ വന്നാൽ ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, നഷ്ടമാകും. പിന്നീട് അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ഇപ്പോഴാണ് മക്കളെ കൃത്യമായ സമയം, കൃത്യമായിട്ട് പഠിച്ചു പോകാൻ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. എന്ത് ചെയ്യുക മക്കളെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഒരു സമയവും നഷ്ടപ്പെടുത്തേണ്ട, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തേക്കുക. നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് സെറ്റായിട്ട് പോകാം. ഓക്കേടാ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.